സ്വാഗതം. ഇവിടെ കയറ്റുമതിക്കാർക്ക് ഫ്രീ ആയി പണം വിതരണം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വന്നതാണ് എന്ന അഴകിയ രാവണനിലെ അംബുജാക്ഷന്റെ സിനിമ ഡയലോഗ് തമാശയല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെ കോടീശ്വരനാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ അറിവ് തരാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിലെ ക്ലാസ്സുകൾ എല്ലാം തന്നെ കോഴ്സായിട്ട് ഒരു വീഡിയോ സീരീസ് ആയിട്ട് എക്സ്പോർട്ട് കയറ്റുമതി പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോ ഈ വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നത് ജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. കയറ്റുമതി വ്യാപാരത്തിലേക്ക് കൂടുതൽ ജനങ്ങൾ വരണം, കൂടുതൽ മലയാളികൾ വരണം, അത്തരത്തിൽ ഇവിടെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം എന്ന നല്ല ചിന്തയോടുകൂടിയാണ് ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ കയറ്റുമതി വ്യാപാരത്തിലുള്ളവർക്കും കയറ്റുമതി വ്യാപാരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്കും വലിയ ലാഭവിഹിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള അറിവുകൾ നൽകുന്ന ഒരു വീഡിയോയാണ് എന്നതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. ഇനി വരുന്ന വീഡിയോകൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ്, അത് കാണുക. ഇനി ലോകത്തെവിടെയെങ്കിലും ജനങ്ങൾക്ക് ഫ്രീ ആയി പണം കിട്ടുന്നുണ്ടോ? പണം ഫ്രീ ആയി മരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എന്ന് ചിന്തിച്ചാൽ ഇല്ല എന്നതായിരിക്കും ഉത്തരം. എന്നാൽ ഇന്ത്യൻ സർക്കാർ അടക്കം പല സർക്കാരുകളും ഇത്തരത്തിൽ കയറ്റുമതിക്കാർക്ക് ഫ്രീ ആയി പണം നൽകുന്നുണ്ട്, ബോണസ് എന്ന രൂപത്തിൽ പണം നൽകുന്നുണ്ട്. അത് നൽകുന്നത് ഈ വ്യാപാരത്തിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്ന വിദേശ നാണ്യ സംഭാരം, അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യുകയാണ്. അതിന് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. കയറ്റുമതി ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് പണം നൽകുന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും കൂടുതൽ കൂടുതൽ കച്ചവടം നടത്തുവാനും അതിൽ നിന്ന് സർക്കാരിന് കൂടുതൽ ലാഭമുണ്ടാക്കാനും വിദേശ പണം നേടുവാനുമുള്ള അവസരം സൃഷ്ടിക്കുവാനും വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കാലങ്ങളായി ഇന്ത്യയിൽ കയറ്റുമതിക്ക് വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണം, പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ്. അടുത്ത കാലത്തായി ഇത്തരം പ്രോത്സാഹനങ്ങൾ ഇന്ത്യയിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും സർക്കാരിൽ നിന്നും നല്ല നിലയിലുള്ള പ്രോത്സാഹനം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, കയറ്റുമതിക്കാർക്ക് ലഭിക്കുന്നുണ്ട്. കയറ്റുമതിയിൽ നിന്നും ഇത് ഒരു എക്സ്ട്രാ വരുമാനമായി കരുതി കൂടുതൽ വരുമാനം നേടാനുള്ള അവസരം കയറ്റുമതിക്കാരന് കിട്ടുന്നുണ്ട് എന്നത് അഭിനന്ദനാർഹമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ സർക്കാരുകൾ നൽകിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളിൽ പലതും ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ വിദേശ വ്യാപാരം അല്ലെങ്കിൽ കയറ്റുമതി ചെയ്തു തുടങ്ങുന്ന കാലത്ത് കയറ്റുമതിക്കാരൻ ഉണ്ടാക്കുന്ന ലാഭവിഹിതത്തിന് പൂർണ്ണമായിട്ടും ആദായ നികുതി, ഇൻകം ടാക്സ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് വളരെ പുതിയ ഇൻഫർമേഷൻ ആയിട്ട് പുതിയ തലമുറകൾക്ക് തോന്നാം. അന്ന് പൂർണ്ണമായിട്ടും കയറ്റുമതിക്കാരന് ഇൻകം ടാക്സ് ഇല്ലായിരുന്നു. അത് ഒരുപാട് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായി ജനങ്ങൾ കണ്ടിരുന്നു, വലിയ ലാഭം കിട്ടിയിരുന്നു. അതൊന്നും ഇപ്പോഴില്ല. എങ്കിൽ പോലും എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. കുറഞ്ഞ അളവിലായി വരുന്നു എന്നുള്ളതിന് സംശയമില്ല, എങ്കിലും നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഡ്യൂട്ടി ഡ്രോബാക്ക് ആണ്. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ഗവൺമെന്റുകളും നൽകുന്നതായി ഞാൻ കാണുന്നുണ്ട്. പല രാജ്യങ്ങളും കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ഇന്ത്യൻ ഡ്യൂട്ടി ഡ്രോബാക്ക് എന്നറിയപ്പെടുന്ന ഈ വ്യവസ്ഥ ചൈനയിൽ
ടാക്സ് റിബേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഡ്യൂട്ടി ഡ്രോബാക്ക്? നമുക്കെല്ലാം അറിയാം, നമ്മുടെ രാജ്യത്ത് ഉൽപാദനത്തിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. എക്സൈസ് ഡ്യൂട്ടി നമ്മൾ മാനുഫാക്ചറിങ് പ്ലാന്റിൽ തന്നെ, ഫാക്ടറിയിൽ തന്നെ അത് ബില്ല് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യപ്പെടുന്നതാണ്. ആ എക്സൈസ് ഡ്യൂട്ടി കയറ്റുമതിക്കാരന് വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ടാക്കും, അല്ലെങ്കിൽ വിലയിൽ വർധനമുണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ട് സർക്കാർ ആ ഡ്യൂട്ടി തിരികെ കൊടുക്കുന്നതാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്നുള്ള ഒരു സിസ്റ്റം. ഇതിനകത്ത് മാനുഫാക്ചറർ എക്സ്പോർട്ടേഴ്സിന് വേറൊരു തരത്തിലുള്ള സിസ്റ്റം ഉണ്ട് ഡ്യൂട്ടി ഒഴിവാക്കാൻ വേണ്ടി. എങ്കിൽ പോലും സാധാരണ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് ട്രേഡേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ് എന്നതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിന് ഇത് ഡ്യൂട്ടി ഡ്രോബാക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ തരംതിരിച്ച് HS കോഡിന്റെ രീതിയിൽ തരംതിരിച്ചുകൊണ്ട് സർക്കാർ തന്നെ, കസ്റ്റംസ് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇറക്കിയിട്ടുണ്ട്. ഓരോ സാധനങ്ങൾക്കും ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഈ തരത്തിലുള്ള ഡ്യൂട്ടി ഡ്രോബാക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിൽ ചെയ്യുന്നുണ്ട്. അത് നോക്കുമ്പോൾ ഒരു കാലത്ത് ഈ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ഒരു 10-30 വർഷത്തിന് മുമ്പ് അപ്പാരൽസ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സിന് ഉണ്ടായിരുന്നത് 18% വരെയൊക്കെ, 14-18% വരെയൊക്കെ ഡ്യൂട്ടി ഡ്രോബാക്സ് ഞാൻ തന്നെ വാങ്ങിച്ചിരുന്നു. ആ തരത്തിലുണ്ടായിരുന്ന ഗാർമെന്റ്സിന് ഇന്ന് വളരെ കുറവായിട്ടുള്ള 4% താഴെ നിൽക്കുന്ന തരത്തിലുള്ള ഡ്യൂട്ടി ഡ്രോബാക്ക് ആണ് അനുവദിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രോത്സാഹനം ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നു എങ്കിൽ പോലും 1 കോടി രൂപയ്ക്ക് എക്സ്പോർട്ട് ഒരു മാസം നടത്തുന്ന ഒരു കയറ്റുമതിക്കാരന് മാസം 2, 3, 4 ലക്ഷം രൂപ ഒരു വരുമാനം എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിനുവേണ്ടി കസ്റ്റംസ് അനുവദിക്കുന്ന തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നമ്മൾ തുടങ്ങുകയും ഐസ്കേറ്റ് വഴി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. 60 ദിവസത്തിനകം ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്ത് ഷിപ്പിംഗ് ബില്ലിന്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് അപേക്ഷ സമർപ്പിച്ച് 60 ദിവസത്തിനകം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ പണം വരുമെന്നുള്ളതാണ് ഡ്യൂട്ടി ഡ്രോബാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡ്യൂട്ടി ഡ്രോബാക്ക് നമ്മൾ ഇപ്പോ ഐസ്കേറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ ഐസ്കേറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല. ഐസ്കേറ്റ് ഒരു കസ്റ്റംസ് രജിസ്ട്രേഷൻ ആണ്. അത് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ DGFT വെബ്സൈറ്റ് ഞാൻ ഇവിടെ താഴെ ചേർക്കാം. അതിൽ നമുക്ക് അറിയാൻ പറ്റും. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് കയറ്റുമതി ചെയ്യാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള യോഗ്യതയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ 60 ദിവസത്തിനകം നമുക്ക് ഈ പണം കിട്ടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഈ ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയുന്ന വരുമാനം പല ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്കും ഇന്റർനാഷണൽ മാർക്കറ്റിലെ വിദേശ വിപണിയില് ഒരു മത്സരം നടത്താനുള്ള ഒരു യോഗ്യത സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് പല ട്രേഡുകളിലും ഇത് ഒരു പ്രധാന വരുമാന മാർഗമായി, ഇത് മാത്രമാണ് ലാഭമാർഗമായിട്ട് ജനങ്ങൾ കാണുന്നത് എന്ന് കൂടി പറയുന്നത് രസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും. കാലങ്ങൾക്ക് മുമ്പ് വലിയ ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടിയിരുന്നു എന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ആ കാലഘട്ടത്തില് നോർത്ത് ഇന്ത്യൻ ലോബി പേനകളും മറ്റും വളരെ വില കുറഞ്ഞ 5 രൂപയിൽ താഴെ വിലയുള്ള പേനകൾക്ക് 200 രൂപയോളം വിലയിട്ട് വിദേശത്തേക്ക് കയറ്റി അയക്കുകയും വലിയ തരത്തിലുള്ള ഡ്യൂട്ടി ഡ്രോബാക്കുകൾ പ്ലാസ്റ്റിക് പ്രോഡക്ട്സിന് വേണ്ടി നേടുകയും അത്തരത്തിലുള്ള സ്കാമുകൾ ഗവൺമെന്റിനെ, കസ്റ്റംസിനെ പറ്റിക്കുന്ന രീതിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അറിവോട് കൂടിയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടാവാം സർക്കാർ ഈ ലാഭവിഹിതം കുറച്ചത്, അല്ലെങ്കിൽ ആവശ്യത്തിലധികം കയറ്റുമതി നടക്കുന്നത് കൊണ്ടുമാകാം. പക്ഷേ പലതരത്തിലും എന്തൊക്കെ സ്കാം എന്നൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള ലാഭവിഹിതം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കയറ്റുമതിക്കാർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ലാഭവിഹിതമാണ് GST. നമുക്കെല്ലാം അറിയാം എന്താണ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്താണെന്ന് എല്ലാവർക്കും തന്നെ, കച്ചവടം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ഇതില് GST കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് GST. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനങ്ങളിലും
നമ്മളൊരു ലാഭവിഹിതം സർക്കാരിന് കൊടുക്കുന്ന വ്യവസ്ഥയാണ് GST. വലിയൊരു ആദായമാണ് സർക്കാരിന്. കോടിക്കണക്കിന് രൂപ, ലക്ഷം ലക്ഷം കോടികളാണ് സർക്കാരിന് GST വഴി ലഭിക്കുന്നത്. എങ്ങനെയാണ് GST നമുക്ക് സർക്കാർ തിരിച്ചു തരുന്നത് നോക്കാം. ഇപ്പോ ഇന്ത്യയിൽ നിന്നും നമ്മൾ സ്വരൂപിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ അറിയാതെ തന്നെ ഇന്ത്യയിൽ GST ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ വാങ്ങൽ പ്രക്രിയ, നമ്മുടെ പർച്ചേസിൽ അവര് ബില്ല് ചെയ്യുമ്പോൾ, ഇൻവോയ്സ് ചെയ്യുമ്പോൾ ഇടുന്ന GST ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ബില്ല് ചെയ്യാനും ഫയൽ ചെയ്യാനും കഴിയും. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേടി കൂടാതെ കൊണ്ടുപോകാൻ കഴിയും. എക്സ്പോർട്ടർ ആണെന്നുള്ള ഡിക്ലറേഷൻ മതി എന്ന് ഇത് ചെയ്ത ശേഷം നമുക്ക് ഇത് ചെയ്യണമെങ്കിലുള്ള വ്യവസ്ഥകളും ഇത് ചെയ്യാതെ നമ്മൾ വാങ്ങിയ ശേഷം നമ്മൾ സാധനം കയറ്റി അയച്ചതിന് ശേഷം എക്സ്പോർട്ടിൽ എങ്ങനെയാണ് GST ക്ലെയിം ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ കയറ്റി അയച്ച ശേഷം നമുക്ക് നമ്മുടെ ഷിപ്പിംഗ് ബില്ല് ചേർത്തുകൊണ്ട് നമുക്ക് GST ഡിപ്പാർട്ട്മെന്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് റീഫണ്ട് വാങ്ങിക്കാൻ കഴിയും. ഇപ്പോ നമുക്കറിയാം 18% ഒരു ആവറേജ് GST. വലിയ തരത്തിലുള്ള ഒരു തുക അതിനുവേണ്ടി നമ്മൾ ചെലവാക്കുന്നുണ്ട്. അപ്പോൾ അത് ലാഭം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനേക്കാളും വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോ ആ GST നമ്മൾ കൊടുത്തിട്ട്, നമ്മൾ ഓൾറെഡി ഗവൺമെന്റ് പേ ചെയ്തിട്ട് നമ്മൾ റീഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3-4 മാസം കഴിഞ്ഞാൽ മാത്രമേ, ചിലപ്പോൾ 6 മാസത്തോളം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ GST റീഫണ്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോ ഒരു കയറ്റുമതിക്കാരനെ സംബന്ധിച്ച് അയാളുടെ വലിയ ഒരു തുക, വലിയ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അതിൻ്റെ അകത്ത് ബ്ലോക്കായി. അത്തരത്തിലുള്ള ബ്ലോക്ക് ചില കമ്പനികൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുകയും അവരുടെ കച്ചവടത്തിനെ ബാധിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അണ്ടർടേക്കിംഗ് ഫയൽ ചെയ്യാൻ വേണ്ടി LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫയൽ ചെയ്യാൻ വേണ്ടി GST ആവശ്യപ്പെടുകയും 1 വർഷത്തിൽ 1 പ്രാവശ്യം LUT ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്കത് GST ഫയൽ ചെയ്യാൻ കഴിയും. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ 1 വർഷത്തേക്ക് നമുക്ക് GST ഇല്ലാതെ തന്നെ നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും നമ്മുടെ പോർട്ടിൽ എത്തിക്കുകയും അതിനെ കയറ്റുമതി ചെയ്യാനും കഴിയും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 18% എന്ന് പറയുമ്പോൾ ഒരു മാസം 1 കോടി രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളിന് 18 ലക്ഷം രൂപ അതിൽ ലാഭിക്കാൻ കഴിയും. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, നമ്മുടെ മത്സരത്തിന്, നമ്മുടെ മാർക്കറ്റിലുള്ള, നമ്മുടെ വിപണിയിലുള്ള മത്സരത്തിന് ഇത് സഹായകമാകും എന്ന് കൂടി പറയേണ്ടി വരും, അടിവരയിട്ട് പറയേണ്ടി വരും. അതിൽ ചിലതിന് സർക്കാർ തന്നെ നമ്മൾ കയറ്റുമതി ചെയ്തതിന് ശേഷം ഡ്യൂട്ടി റീഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു റോട്ടപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോട്ടപ്പ്, റിമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നാം കയറ്റുമതി ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഇടുകയും അതിൽ നിന്നും റീഫണ്ട് നേടിയെടുക്കുകയും ചെയ്യാം. അതൊരു സ്ലോ പ്രോസസ്സാണ് എങ്കിൽ പോലും അത് ഐസ്കേറ്റ് വഴി തന്നെ, ഞാൻ DGFTയുടെ വെബ്സൈറ്റിന്റെ അഡ്രസ് താഴെ ചേർക്കുന്നുണ്ട്, ഐസ്കേറ്റിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇതിനെ ശരിക്കും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പൊ ആഗ്രയിൽ, ഡൽഹിക്കടുത്ത്, അവിടെ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്ന ലെതറിലുള്ള ഉൽപ്പന്നം, ഷൂസ്, പൊതുവെ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഷൂസിന് അവർക്ക് 2% ഈ തരത്തിലുള്ള റോഡപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കോടി രൂപയ്ക്ക് ഒരു മാസം കയറ്റുമതി ചെയ്യുന്ന ഒരു സംരംഭകൻ 2 ലക്ഷം രൂപ അയാളുടെ ശമ്പളം അയാളുടെ കയ്യിൽ എല്ലാ മാസവും ഇതിൽ നിന്നും കിട്ടും. പിന്നീടാണെങ്കിലും കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് പദ്ധതിയാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി വളരെ നമുക്ക് DGFTയുടെ വെബ്സൈറ്റിൽ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ട്. ആ തരത്തിൽ ചിന്തിക്കുന്ന, ആ തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്ന സംരംഭകർ ഇതിനു വേണ്ടിയിട്ട് സമീപിക്കാവുന്നതാണ്. റോട്ടപ്പ് അടക്കമുള്ള പദ്ധതികൾ DGFT വെബ്സൈറ്റിലെ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നമ്മുടെ CHA, നമ്മുടെ കാർഗോ ഏജന്റ് തന്നെ അതിന് നമ്മളെ സഹായിക്കാൻ കഴിയും.
അത് ചെയ്യുമ്പോൾ ഈ ഐസ്കേറ്റ് എന്ന് പറയുന്നത് സർക്കാർ കസ്റ്റംസും കയറ്റുമതിക്കാരനുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ രജിസ്ട്രേഷനാണ്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ അതില്ലാത്ത കയറ്റുമതിക്കാർക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജന്റുമാർ അത് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. കയറ്റുമതിക്കാരെ സഹായിക്കുന്ന മറ്റൊരു പദ്ധതി, സർക്കാരിൽ നിന്നുള്ള മറ്റൊരു പദ്ധതിയാണ് ഇമ്പോർട്ട് ലൈസൻസിങ്, ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് ലൈസൻസിങ്. അത് ഇപ്പൊ ക്രെഡിറ്റ് സ്ട്രിപ്പ് എന്നുള്ള പേരില് ഐസ്കേറ്റിൽ അവൈലബിൾ ആണ്. ക്രെഡിറ്റ് സ്ട്രിപ്പ് എന്നാണ് പറയുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാല് ഒരു എക്സ്പോർട്ടർ, ഒരു കയറ്റുമതിക്കാരൻ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുമ്പോൾ അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആവശ്യമായ അക്സസറീസോ മറ്റ് റോ മെറ്റീരിയൽസോ അയാൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് അത് ഇമ്പോർട്ട് ഡ്യൂട്ടി, വലിയ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി ചുങ്കം പേ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നഷ്ടത്തിൽ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ തന്നെ കയറ്റുമതിക്കാരന് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്ന ഒരു ലൈസൻസിങ് ആണ് ഇത്. ഇത് പണ്ട് കാലത്ത് ഒരു റേഷൻ കാർഡ് പോലെ, ഒരു ലൈസൻസ് ബുക്ക് പോലെ സർക്കാർ കൊടുക്കുമായിരുന്നു. ആ ബുക്കിൽ രേഖപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ കാലത്ത് അങ്ങനെ കൊടുക്കുമായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഇറക്കുമതി ചെയ്യാൻ കഴിയുമായിരുന്നു. ഡ്യൂട്ടി അടക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ ക്രെഡിറ്റ് സ്ട്രിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു പഴയ കഥ, ജീവിത കഥ പറയാൻ ഓർമ്മയിൽ വരികയാണ്. ഈ ഇമ്പോർട്ട് ലൈസൻസ് പാസ്ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി വളരെ കാലമായി നിലനിൽക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അപ്പോ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒരു ലൈസൻസ് രാജ് എന്നുള്ള ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ആ കാലത്ത് ഈവൻ കാൽക്കുലേറ്ററോ റേഡിയോയോ ഉപയോഗിക്കണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ സർക്കാരിന്റെ ലൈസൻസുകൾ വേണമായിരുന്നു. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് രസകരമായിട്ടുള്ള ഒരു കാര്യമായി തോന്നാം, എങ്കിലും അത് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉള്ള കഥയാണ് ഞാൻ പറയാൻ വരുന്നത്. എന്റെ ഫാദർ, എന്റെ പിതാവ് കേരളത്തിലെ ഒരു വലിയ ഒരു ഇലക്ട്രോണിക് സംരംഭത്തിന്റെ ഒരു സീനിയർ മാനേജർ ആയിരുന്നു. അദ്ദേഹം ജനറൽ മാനേജറായി പിന്നീട്. അപ്പോ അദ്ദേഹം ഈ സെയിൽസിന്റെ കാര്യങ്ങൾ നോക്കാനും മറ്റു കാര്യങ്ങളായി സ്ഥിരമായിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന സമയത്ത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് സ്ഥിരമായിട്ടൊരു ഹോട്ടലിൽ താമസിക്കുമായിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പല പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം ആ ഹോട്ടലിൽ പോയിട്ട് താമസിക്കുന്ന ഒരു സാഹചര്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കഥ എനിക്ക് അറിയാവുന്നത്. അദ്ദേഹം ആ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത മുറി സ്ഥിരമായിട്ട് ഒരാൾ ബുക്ക് ചെയ്ത് താമസിക്കുന്ന ഒരു മുറിയായിരുന്നു. അദ്ദേഹവുമായിട്ട് എന്റെ ഫാദറിന് നല്ല ഒരു സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു പരിചയം ഈ കാരണത്താൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ആ പറയുന്ന ആള് റിലയൻസിന്റെ ഫൗണ്ടർ ധീരുഭായ് അംബാനി. ധീരുഭായ് അംബാനി റിലയൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ്. അംബാനി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ 2 ബാഗുകൾ ഉണ്ടാവുമായിരുന്നു. ഈ 2 ബാഗുകൾ എന്ന് പറയുന്നത് പണ്ട് ഒരു ഫേമസ് ബ്രാൻഡ്, അന്നത്തെ ഫേമസ് ബ്രാൻഡ് വി ഐ പിയുടെ വലിയ സ്യൂട്ട് കേസുകൾ. ആ സ്യൂട്ട് കേസുകളിൽ, ആ വലിയ ബാഗുകളിൽ ഒരു ബാഗ് നിറച്ച് അദ്ദേഹത്തിന്റെ തന്നെ തുണികളുടെ ബ്രാൻഡായ, സാരികളും മറ്റും ഇറക്കിയിരുന്ന ബ്രാൻഡായ തുണികൾ, ഷർട്ടിങ്, ക്ലോത്തിങ് ഇറക്കിയിരുന്ന വിമലിന്റെ സാമ്പിൾ കട്ടിങ്ങുകളായിരുന്നു. സാമ്പിൾ കട്ടിങ്ങുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സാമ്പിളായിട്ട് പല കടകളിലും കാണിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും, മധുരയിൽ നിന്ന് ഇങ്ങോട്ട് പല സ്ഥലങ്ങളിലും കാണിച്ചാണ് എറണാകുളത്ത് എത്തുക. അപ്പോൾ ആ സാമ്പിളുകളായിരുന്നു. വേറൊരു പെട്ടി നിറച്ച് ആ സാമ്പിളുകളിലോടൊപ്പം തന്നെ അതിനോടൊപ്പം അതിൻ്റെ കണക്ക് ബുക്കുകൾ, അതിൻ്റെ ബിൽ ബുക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഓർഡർ എടുക്കുന്ന ബുക്കുകളെല്ലാം ഉണ്ടാവും. ഇതുകൂടാതെ മറ്റൊരു ബാഗുണ്ട്. മറ്റൊരു ബാഗിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് നിറച്ചും
ഈ ഇമ്പോർട്ട് ലൈസൻസ് പാസ്ബുക്കുകൾ തൂത്തുക്കുടിയിലും തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലും കൊല്ലം ഭാഗത്തും എറണാകുളത്തും കയറ്, കൊഞ്ച്, പിന്നെ കശുവണ്ടി അടക്കമുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതിക്കാർക്ക് ഈ ലൈസൻസിൻ്റെ ആവശ്യമില്ല എന്ന് അംബാനിക്ക് അറിയാം. അത് ഒരു പ്രീമിയം പ്രൈസിൽ വാങ്ങിച്ചിട്ട് അവരുടെ റോ മെറ്റീരിയലിൽ അവരുടെ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പെട്രോളിയം അടക്കമുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ലൈസൻസുകൾ മൊത്തമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുകയായിരുന്നു എന്നൊരു പ്രീമിയം കൊടുത്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ് അംബാനി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നും തന്നെ അപ്പോൾ ഒരു വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഉദയം തന്നെ ഈ പരിപാടി ചെയ്തുകൊണ്ടാണ്, ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ, ഇതെങ്ങനെയാണ് ഒരു ബോണസായിട്ട് കയറ്റുമതിക്കാർക്ക് വരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിവരം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സ്വരൂപിച്ച് ഇപ്പം ലെഗ് വർക്ക് ചെയ്ത എല്ലാ ബിസിനസ്സുകാരും തുടക്കത്തിൽ ഇങ്ങനെ ലെഗ് വർക്ക് ചെയ്തവരാണ്. ഇന്ത്യയിൽ മുഴുവൻ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും അംബാനി എത്തിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എടുത്തിരുന്ന എഫേർട്ട്, കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഈ ഞാൻ പറഞ്ഞ ഈ സ്ട്രിപ്പ്, ക്രെഡിറ്റ് സ്ട്രിപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് ലൈസൻസ് എത്രത്തോളം പ്രധാനമായിട്ടുള്ള ഒരു ബോണസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രീ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇറക്കുമതിയെക്കുറിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്ട്രിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ധീരുഭായ് അംബാനിയുടെ കഥയിൽ ഈ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അംബാനി മെഷീനറി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, കൊറിയയിൽ നിന്നൊക്കെ നൈലോൺ തുണിത്തരങ്ങൾ ഉണ്ടാക്കാനുള്ള മെഷീനറി ഇമ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ വലിയ അളവിൽ 20% മെഷീനറി സ്പെയർസ് ആണെന്ന് പറഞ്ഞിട്ട് പാർട്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് സർക്കാർ അറിയാതെ എക്സ്ട്രാ മെഷീൻസ് ഉണ്ടാക്കി ലൈസൻസ് ദുരുപയോഗം ചെയ്ത കഥ പിന്നീട് CBI അടക്കം ഉള്ള വലിയ അന്വേഷണങ്ങളിലോട്ട് പോവുകയും അംബാനിക്ക് സ്ട്രോക്ക് ഒക്കെ വരികയും ചെയ്ത ഒരു കഥ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതാണ് ഇതിലുള്ള ഒരു ബിസിനസ് പൊട്ടൻഷ്യൽ. അതിൽ നിന്ന് നമുക്ക് നല്ല പ്രീമിയം പ്രൈസിന് ഡിമാൻഡിനനുസരിച്ച് വിൽക്കാൻ കഴിയുകയും നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ മാനുഫാക്ചറേഴ്സിനൊക്കെ ഈ മറ്റൊരു സ്കീമുണ്ട് എന്ന് പറഞ്ഞാൽ, നേരത്തെ തന്നെ ഡ്യൂട്ടി അടയ്ക്കാതെ സാധനം ക്ലിയർ ചെയ്യുന്ന, ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കീമുണ്ട്. അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം, AA സ്കീം എന്നൊക്കെ പറയും, AAS എന്നൊക്കെ പറയും. ഇത് നേരത്തെ തന്നെ ഇത് പറഞ്ഞതുപോലെ തന്നെ DGFTയുടെ ഐസ്കേറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്തിട്ട് ഇത് അവൈൽ ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് ഡ്യൂട്ടി അടയ്ക്കാതെ തന്നെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വരാം. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ, ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ 12 മാസത്തിനകം ഈ സാധനം ഇമ്പോർട്ട് ചെയ്യണമെന്നും അത് തിരികെ 18 മാസത്തിനുള്ളിൽ എക്സ്പോർട്ട് ചെയ്തിരിക്കണമെന്നും ഒരു നിയമം കൂടി, ഒരു നിബന്ധന കൂടിയുണ്ട്. അതുകൂടി പാലിക്കേണ്ടി വരും. ഇതുപോലെ മറ്റൊരു സ്കീമാണ് DFIA, ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് സ്കീം. ആ സ്കീം ആക്ച്വലി ഒരു അസംസ്കൃത വസ്തു ഇറക്കുമതി ചെയ്യുമ്പോൾ ഇത് എക്സ്പോർട്ടിനാണെന്ന് ഉറപ്പില്ലാത്ത കയറ്റുമതിക്കാർ പിന്നീട് ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ സ്കീം ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ ഇടുകയും അത് ഈ പറഞ്ഞതുപോലെ 20 മാസത്തിനുള്ളിൽ അത് 20% വാല്യൂ അഡീഷൻ ഉണ്ടായിരിക്കണം, മൂല്യം കയറിയിരിക്കണം, കൂട്ടിയിരിക്കണം എന്ന തരത്തിൽ അതും എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. കയറ്റുമതി വ്യവസായത്തിന് ആവശ്യമായ യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് നാം മുകളിൽ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ കയറ്റുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി നാം
ചില യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ആ യന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ തരത്തിലുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയൂ. ആയതുകൊണ്ട് തന്നെ ആ യന്ത്രം ഇറക്കുമതി ചെയ്യുന്നതിന് നമുക്ക് ഡ്യൂട്ടി ഇല്ലാത്ത രീതിയിൽ, ലാഭകരമായ രീതിയിൽ അത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ സ്കീം യൂസ് ചെയ്യാം. എക്സ്പോർട്ട് പ്രൊമോഷൻ ഫോർ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് ഇതിന് പറയുക. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നാം കോട്ടയം ജില്ലയിൽ റബ്ബറുകളുടെ ഇടയിലാണ് ജീവിക്കുന്നതെന്ന് വയ്ക്കും. റബ്ബർ തോട്ടങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. നമുക്കൊരാഗ്രഹം, റബ്ബർ പാല്, ലാറ്റക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം. കയ്യുറകൾ ഉണ്ടാക്കുന്ന, ഗ്ലൗസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അതിന് ഒരു മെഷീൻ വേണം, കയ്യുറകൾ ഉണ്ടാക്കുന്ന മെഷീൻ വേണം. മെഷീൻ 5 കോടി രൂപയാണ് ജർമ്മനിയിൽ കിട്ടുന്നത്. ലാഭകരമായിട്ട് ചൈനയിൽ നിന്നും നല്ല മെഷീൻ നമുക്ക് 1 കോടി രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. ആ മെഷീൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ അതിനൊരു നിബന്ധനയും കൂടെ ഉണ്ട്. ഈ 1 കോടി രൂപയുടെ മെഷീൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് അടുത്ത 6 വർഷം കൊണ്ട് നമ്മൾ 6 ഇരട്ടി, 6 കോടി രൂപയുടെ എക്സ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നാം നടത്തിയിരിക്കണം. അങ്ങനെ ഒരു നിബന്ധനയും കൂടെ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ മെഷീൻ നമുക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അത് വലിയൊരു സ്കീമാണ്. കയറ്റുമതിക്കാർക്ക് പല മെഷീൻസും നമ്മുടെ രാജ്യത്ത് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനത്തെ ഒരു സ്കീം ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. അതിൽ നമുക്ക് ലാഭകരമായിട്ടുള്ള മാനുഫാക്ചറിങ്ങിന്, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇമ്പോർട്ടിന്, നമ്മുടെ മെഷീൻസും മറ്റും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് പ്രയോജനകരമായിട്ട് വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നാം സർവീസ് മേഖലയെ വിട്ടുപോകുന്നു എന്ന് തോന്നാം. സർവീസ് മേഖലയാണ് ഇന്ന് ഇന്ത്യയിൽ വലിയൊരു തരത്തിലുള്ള എക്സ്പോർട്ട് നടത്തുന്ന മറ്റൊരു മേഖല. ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് പോലെ. അവർക്ക് അവരുടെ വിദേശ നാണ്യം വരുമ്പോൾ, അവരുടെ ഡോളേഴ്സ് അല്ലെങ്കിൽ യൂറോ വരുമ്പോൾ അവർക്ക് 3 മുതൽ 5% വരെ ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ട് സ്കീം കൊടുക്കുന്നുണ്ട്. അതും DGFTയിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അങ്ങനെയുള്ള സർവീസസ് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക്, സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് അവിടെ നിന്നും ആ അറിവുകൾ നേടാൻ കഴിയും. ആ സ്കീമിന് SIES, സർവീസസ് സ്കീം ഫോർ സർവീസസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ എന്നാണ് പറയുക. അതെ, പല പദ്ധതികൾ MSME മന്ത്രാലയത്തിന് കീഴിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 1 കോടി രൂപയുടെ യന്ത്രത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആ യന്ത്രത്തിന് തന്നെ 30%, 35% സബ്സിഡി ഫ്രീ ആയിട്ട് ഗ്രാൻഡ് പോലെ കിട്ടുന്ന വ്യവസ്ഥയുണ്ട്. ഇത് കൂടാതെ നമ്മുടെ യാത്രകൾക്ക് പോലും, നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന യാത്രകൾക്ക് വിമാന ടിക്കറ്റുകൾക്ക്, ഇപ്പോൾ കാൻഡൻ ഫെയർ പോലെയുള്ള ഫെയറുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിമാന ടിക്കറ്റുകൾക്ക് പോലും സർക്കാരിൽ നിന്നും നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസസ് കിട്ടുന്നുണ്ട്, പണം കിട്ടുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ശരിക്കും കയറ്റുമതിക്കാരന് വലിയൊരു അനുഗ്രഹമാണ്. കയറ്റുമതിയെ ലാഭകരമായി നടത്തുന്നതിനും സർക്കാരിന് വേണ്ടി പണം സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതികൾ സഹായകരമായി മാറുന്നു എന്ന് പറയാൻ അഭിമാനം തോന്നുന്നു. യാത്രകൾക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്ന സ്കീമിനെ കുറിച്ച് പറഞ്ഞു. അത് MAI സ്കീം, മാർക്കറ്റ് ആക്സസ് ഇനിഷ്യേറ്റീവ് ആണ്. ആ സ്കീമിന് നമ്മൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ ഉൽപ്പന്നം, അതിനനുസരിച്ചുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൽ ഉള്ള RCMCയുമായി ബന്ധപ്പെട്ടാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അവർ തന്നെ നമ്മളെ അറിയിക്കും ഇത്തരം സ്കീമുകൾ അവൈലബിൾ ആണ്, ഇപ്പോൾ ഇന്ന ഫെയറിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ അറിയിക്കും. അങ്ങനെ നമുക്ക് അതിൽ പങ്കെടുക്കാം. അതിൽ നമുക്ക് ലാഭകരമായി ട്രാവൽ ചെയ്യാൻ കഴിയും. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾ നേടുന്നതിന്, കൂടുതൽ ഈ കയറ്റുമതി വ്യാപാരത്തെക്കുറിച്ച് പഠിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് അമർത്തുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസിലൂടെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തും. താങ്ക് യു.